ഹലോ, കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചുഴലിലേക്ക് പോകാൻ ഇറങ്ങിയിട്ട് മഴ കാരണം പോവാണ്ടുന്ന ആ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മളിതാ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുമെന്ന്. അപ്പോഴും മഴ തന്നെയാണ് കേട്ടോ. ഭയങ്കര കാറ്റും മഴയും കാരണം ഇറങ്ങാൻ പറ്റാണ്ട് കുറച്ച് സമയം നിന്നു. പിന്നെ എന്തായാലും ബസ്സിന് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിനെ. അങ്ങനെ അനീഷാട്ടൻ്റെ ഓട്ടോക്കാണ് നമ്മൾ പോകുന്നത്. ഒരു 6:45 ഇറങ്ങിയിട്ടുണ്ടായിന്. പൃഥ്വിയേട്ടന് പണിക്ക് പോകണം, ഒരു 8 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് നാട്ടിലെത്തണം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ പകുതിക്ക് എത്തിയാൽ വിളിച്ച് പറഞ്ഞേ പിന്നെ പണിക്ക് പോകുന്നില്ല എന്ന്, മഴയായതുകൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം ഭയങ്കര കനത്ത മഴയായതുകൊണ്ട് ചുടല കുപ്പം ഭാഗത്തെല്ലാം മണ്ണിടിച്ചിലായിട്ട് ആ ഭാഗത്തേക്കൊരു വണ്ടി വിടുന്നുണ്ടായിട്ട് കേട്ടോ. വണ്ടി വേറെ വഴി ചുറ്റിത്തിരിഞ്ഞിട്ടാണ് ഇതാ കുപ്പം പാലത്തിൻ്റെ അടുക്ക വന്ന് കയറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കുറച്ച് സമയം നമുക്ക് അധികം ചുറ്റേണ്ടി വന്നിട്ടുണ്ടായിന്. മഴയുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ ചുഴലിയിലെത്തുന്നത് വരെയും മഴയുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് ചായ കുടിക്കാനെല്ലാം നിർത്തിയിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ ഇപ്പം നമ്മളെ നാട്ടിലെത്തിയാട്ടാ, നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് കുറച്ച് മഴ കുറവുണ്ടായിരുന്നു. നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഒരു 8 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തുമ്പോൾ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചുറ്റേണ്ടി വന്നു. പിന്നെ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ചായ എല്ലാം കുടിച്ചിട്ട് പോകാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ മല്ലയാണ് കേട്ടോ വന്നത്. അങ്ങനെ നമ്മൾ ചുഴലിയിലെത്തി കുറച്ച് സമയമായി എത്തിയിട്ട്. അപ്പോൾ വരുന്ന വഴിക്ക് എന്ന് പറഞ്ഞാൽ ചുടലൊക്കെ ഫുള്ള് മണ്ണിടിച്ചിലായതുകൊണ്ട് ഹൈവേയിൽ പണി നടക്കുന്നില്ലേ, അപ്പം മണ്ണിടിച്ചിലായതുകൊണ്ട് വഴിയെല്ലാം തിരിച്ച് വിട്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞെല്ലാം എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ഒരു എപ്പോഴും വരുന്നതിനെക്കാട്ടി അരമണിക്കൂർ ലേറ്റായിട്ടാണ് കേട്ടോ എത്തിയത്. പിന്നെ വരുന്ന വഴിയിൽ ചായ കുടിക്കാൻ നിർത്തി. ഇവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല മഴ തന്നെയായിരുന്നു. പിന്നെ ഇപ്പം കുറച്ച് കുറവുണ്ട്. ഫുൾ ചളി വെള്ളം, പിന്നെ കിണറിലെ വെള്ളമെല്ലാം മൊത്തം കലങ്ങിയിട്ട് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പം ഞാനും പൃഥ്വിയേട്ടനും വന്നപാട് അപ്പുറം മടപ്പുരക്കിൽ പോയിട്ട് വെള്ളമെല്ലാം കോരിക്കൊണ്ട് വെച്ചു. നമുക്ക് ചോറെല്ലാം വെക്കണമെങ്കിൽ നല്ല വെള്ളം വേണമല്ലോ. പിന്നെ ടാങ്കിലേക്ക് പിന്നെ ഈ വെള്ളം തന്നെയാണ് കേട്ടോ അടിച്ച് കയറ്റുക. പക്ഷേ നമ്മളെ ബാത്റൂമെല്ലാം ആകെ വൃത്തികേടാവും. എന്താ വെച്ചാൽ ചോന്ന കളറാവും ബാത്റൂമെല്ലാം. പിന്നെ വേറെ വഴിയില്ല, ആ വെള്ളം പിന്നെ കുടിക്കാൻ പറ്റില്ല നമുക്കത് കണ്ടുകൊണ്ട്. ഭയങ്കര കലക്കാണ്. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ മഴ പൊടിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. റോഡെല്ലാം ഫുള്ള് ചളിയാണേ. അപ്പോൾ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആകെ എല്ലാം പൂപ്പൽ പിടിച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. ഇറയം കണ്ടില്ലേ, ഇറയം മൊത്തം പൊടിയും മണ്ണും ചളിയും മഴ പെയ്തതുകൊണ്ട് മൊത്തം വൃത്തികേടായിട്ടില്ലേ. പിന്നെ ഞാൻ ഏകദേശം 2 ആഴ്ച ആയല്ലോ ഇവിടുന്ന് പോയിട്ട്. അപ്പം നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിലല്ലേ, നമ്മളെ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നുണ്ടെങ്കിലല്ലേ അത് നീറ്റായിട്ടുണ്ടാവുമല്ലോ. പിന്നെ പൃഥ്വിയേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഫുഡെല്ലാം അപ്പുറത്തുനിന്നാണ്. അപ്പോൾ ഫുഡ് കഴിക്കും വന്ന് കിടക്കും, അങ്ങനെയല്ലേ ഇല്ലോ. പിന്നെ മിറ്റെല്ലാം അടുത്തമ്മയെല്ലാം വന്നിട്ട് അടിച്ചു വരലുണ്ടായിന് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ കയറുമ്പോഴത്തേക്ക് ഫുള്ള് എന്ന് പറഞ്ഞാൽ മൊത്തം പൂപ്പലാണ്. എൻ്റെ ഗ്യാസും കാര്യങ്ങളും എല്ലാം പൂപ്പ് പിടിച്ച്. ഞാൻ അന്ന് മൊത്തം അടുക്കള ക്ലീൻ ചെയ്തിട്ടിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിന്. ഇനി കുറേ ദിവസമെല്ലാം കഴിഞ്ഞിട്ടല്ലേ വരുമല്ലോ. അപ്പോൾ മൊത്തം ക്ലീൻ ആക്കിയിട്ടാണ് പോയി. പക്ഷേ ഇപ്പോൾ ഫുള്ള് എന്ന് പറഞ്ഞാൽ മൊത്തം പൂപ്പൽ പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എല്ലാ പാത്രങ്ങളും പാത്രങ്ങളും മൊത്തം എടുത്തിട്ട് ഞാൻ കഴുകാനിട്ടിട്ടുണ്ട്. എല്ലാം കഴുകണം, അങ്ങനെ ആയിട്ടേ ഉള്ളത്. ഗ്യാസെല്ലാം ഞാനിതാ വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുന്നത് ഇല്ലേ, കാണിച്ചരെ ഗ്യാസെല്ലാം പൂപ്പ് പിടിച്ചിട്ടേ ഉള്ളത് ഉപയോഗിക്കാണ്ട് വെച്ചിട്ട്. അപ്പോൾ ഞാനിങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇവിടെ ഇങ്ങനെ കുറച്ച് തുടച്ചു വന്നേരം ഞാൻ വീഡിയോ എടുക്കാൻ പോയത്. കറണ്ടിനൊരു കളിയെല്ലാം ഉണ്ട്, 7 നിമിഷം കറണ്ട് പോകും. അപ്പോൾ ഇതെന്തായാലും വൃത്തിയാക്കണം വേഗം. വെള്ളം ഇതാ ഞാനും പൃഥ്വിയേട്ടനും 2 പാത്രത്തിലിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ല തെളിച്ചുള്ള വെള്ളം എന്ന് പറയാൻ പറ്റൂല, ചെറിയ കലക്കെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം മടപ്പുരക്കിലെ വെള്ളവും കലങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ അപ്പുറം ഏട്ടത്തിയമ്മേരെ എടുക്കാൻ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരേണ്ടി വരും. അപ്പോൾ അത് കണ്ടത്തിലേക്കൂടിയെല്ലാം എടുത്തിട്ട് വരണം, കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ മടപ്പുരക്കൊന്നും എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വേഗം ഞാൻ അലക്കാനുള്ളതെല്ലാം വേഗം മിഷനിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറിൻ്റെ പരിപാടി നോക്കണം, ചോറിന് വെള്ളം വെക്കണം. അപ്പോൾ അമ്മ ചക്ക തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇന്നലെ വരാനിറങ്ങിയതാണേ. അപ്പോൾ അമ്മയും അടുത്ത് ചക്ക പറിച്ചിട്ട് ഇതെല്ലാം ഇവിടെ പാങ്ങാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. ഞാൻ വന്നിട്ട് ആക്കിക്കോന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഇന്നലെ വന്നിട്ടില്ലല്ലോ, എന്നിട്ട് അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിന് അമ്മ. വെച്ച ചക്കയും ഉണ്ടായിനെ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞാൽ അമ്മ എടുത്തോ ഞാൻ വെച്ചോളാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാ ചക്കയെല്ലാം മുറിച്ചാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ.
ഇനിയിപ്പോൾ ഇതൊന്ന് ആക്കണം. കഞ്ഞി വെക്കാൻ പിന്നെ ഇതാ ചക്കക്കുരു തന്നിട്ടുണ്ട്. പിന്നെ ഇതാ കഞ്ഞി വെക്കാൻ അരി തന്നിട്ടുണ്ട് കേട്ടോ. അമ്മ നെല്ല് കുത്തിയിട്ടുണ്ട് അതിനെ. അപ്പം നെല്ല് കുത്തി അരി പിന്നെ കഞ്ഞി ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കഞ്ഞിയും ചക്കയാക്കാം ഇന്ന് ഉച്ചക്ക്. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ നെല്ല് കുത്തി അരി എടുത്തു എന്ന് പറഞ്ഞു. പിന്നെ ഇത് നമ്മളെ ദോശയാക്കേണ്ട അരി, നെല്ല് തിരക്കിയ അരി, അതും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതെല്ലാം ആക്കണം. പിന്നെന്നാ പിന്നെ ഇതെല്ലാം പിന്നെ പയ്യന്നൂരിന്ന് തന്നേച്ച് തന്നിട്ട് ഇന്ന് നമുക്കൊന്നും തരാനില്ലാത്തതുകൊണ്ട് സങ്കടമായിരുന്നു. നമുക്ക് കാലിന് സുഖമില്ലാണ്ടല്ലോ ഇല്ലേ, അതുകൊണ്ട് എനക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല. ഇത് അവിടെ മേടിച്ച് വെച്ചെന്നാൽ പത്തൽ പൊടിയില്ലേ, അതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ അരിപ്പൊടി ഇടി ഉണ്ട് വേണ്ടെന്ന് പറഞ്ഞു, എന്നാലും അമ്മക്കൊരു സമാധാനം ഇല്ലാണ്ട് അമ്മ തന്നയച്ചതാണ്. പിന്നെ പോയപ്പാട് കറി വെച്ചോന്നും പറഞ്ഞതാ മത്തനും ഇതെല്ലാം ദേവുവിൻ്റെ കളി സാധനങ്ങളാണ് കേട്ടോ. അതാ മത്തനും തക്കാളിയെല്ലാം തന്നിട്ടുണ്ട്. നീലത്തിൻ്റെ ദേവുവിൻ്റെ സ്നാക്സ് ഐറ്റംസാണ്. അപ്പോൾ ഇനി ഞാൻ വേഗൻ്റെ പണികളിലേക്ക് കിടക്കട്ട്. അലക്കാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതവിടെ നിന്ന് ആവുന്നുണ്ട്. പിന്നെ ഇനി എനിക്ക് അടിക്കണം, തുടക്കണം, അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ട്. അപ്പോൾ അടുക്കളയൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേഗം ഫുഡിൻ്റെ പരിപാടി അവിടെ ചോറിനെല്ലാം വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതാവുന്ന സമയത്തിന് വേഗം ബാക്കി അടിക്കലും വരലെല്ലാം ചെയ്യാലോ, അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. കുറേ ദിവസം കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് എന്നാ ചെയ്യേണ്ടത്, ഇടുന്ന തുടങ്ങേണ്ടത് ഒന്നും തിരിയില്ല. ഇനിയിപ്പോൾ ഒന്ന് സെറ്റായി വരണം. അപ്പോൾ എന്തായാലും കറണ്ടില്ലാതെ ഞാൻ വേഗം ഫോണെല്ലാം ചാർജ് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ഇനി എൻ്റെ പണികൾ കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര മഴയാണ്. ചോറിന് വെള്ളം വെച്ച് അരി ഇട്ടിട്ടുണ്ട്, കുത്തിരി ഇട്ടിട്ടുണ്ട്. പിന്നെ ചക്കയുടെ കുക്കറിലാക്കിയിട്ടുണ്ട്. വോൾട്ടേജ് കുറവാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ വാഷിംഗ് മെഷീനും കറണ്ട് അടുപ്പും ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് എല്ലായിടത്തും തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ടേ ഉള്ളത്. അപ്പോൾ വേഗം പറ്റുന്ന പണികൾ ഗ്യാസുമെന്ന് വേഗം ചെയ്യാൻ നോക്കുവാണ്. പിന്നെ ഇനിയിപ്പോൾ മഴക്കാലമായതുകൊണ്ട് അടുപ്പ് കത്തിക്കുക എന്നുള്ള കാര്യം ചിന്തിക്കുകയേ വേണ്ട. നമ്മുടെ അടുപ്പ് പുറത്താണ്, അതുകൊണ്ട് ഫുള്ള് വെള്ളമായതുകൊണ്ട് തന്നെ അടുപ്പ് കത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാം ഗ്യാസുമെന്ന് തന്നെ ആക്കണം. എന്തായാലും ചക്ക വെക്കട്ടെ. സമയം ഇപ്പോൾ ഉച്ച ഒരു 2 മണിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കഞ്ഞിയും ചക്കയെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാനിതാ പപ്പടവും കൊണ്ടാട്ടും പിന്നെ ഉപ്പിലിട്ട മാങ്ങ പിന്നെ ഇതേപോലെ കീറിയിട്ടതുണ്ട്, കീറാണ്ട് ഇട്ടതുണ്ട്. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉപ്പിലിട്ട മാങ്ങയില്ലതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. കറിയില്ലെങ്കിലും നമുക്ക് കഞ്ഞിയും ഉപ്പിലിട്ട മാങ്ങയും കൂട്ടിയിട്ടായാലും കഴിക്കാം. അങ്ങനെ ഇതാ ചക്കയും കഞ്ഞിയും നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാൻ. ചക്കയും നമ്മളെ പഴങ്കഞ്ഞിയും കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പണ്ടെല്ലാം കഴിക്കലുണ്ടായിനെ അമ്മേൻ്റെ നാട്ടിലെല്ലാം പോകുമ്പം. പിന്നെ പഴങ്കഞ്ഞിയും ചക്കയെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കഞ്ഞീൻ്റെ കൂടിയും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതാ കുറച്ച് ചക്ക എടുത്തു, കഞ്ഞി എടുത്തു, പിന്നെ കാന്താരി മുളകും പപ്പടവും എല്ലാം കൂടെ ഞെരടിയിട്ട് കഴിച്ചു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. കഞ്ഞി ആ ഒരു കുത്തരീൻ്റെ കഞ്ഞിയും കൂടി ആകുമ്പം കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ, നമ്മൾ സാധാ അരി വെക്കുന്നതിനെക്കാട്ടിയും. അപ്പോൾ ദേവൂട്ടി ഇങ്ങനെ കുടിക്കാണ്ട് സൈഡിലിരിക്കുമ്പോൾ ഞാൻ ദേവൂട്ടിയോട് പറയുക, ദേവൂട്ടി സൂപ്പറാണ്, പിന്നെ കഞ്ഞിയും ചക്കയും സൂപ്പറാണെന്ന് ഞാനിങ്ങനെ ദേവൂട്ടിയോട് പറയുവാണ് കേട്ടോ. അപ്പോൾ ദേവൂട്ടിയാണെങ്കിൽ കഞ്ഞീൻ്റെ അകത്ത് ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല, ചക്കയൊന്നും. അപ്പോൾ ഞാൻ സൂപ്പറാണെന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു കുറച്ച് തന്നേന്ന് പറഞ്ഞിട്ടാണ് തലയാട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് കഞ്ഞി കുടിക്കുന്നുണ്ട് കേട്ടോ. ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും ഈ ഹാളിലിരുന്നിട്ടാണ് എല്ലാവരും കൂടി ഉണ്ടാകുമ്പം ഫുഡ് കഴിക്കുക. അങ്ങനെ എന്തായാലും ഇതാ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ചക്കയും കഞ്ഞിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ല, ഒപ്പിക്കൽസ് ആയിരുന്നു കേട്ടോ എല്ലാം. അങ്ങനെ ദേവൂട്ടി ആണെങ്കിൽ സൈഡിലിരുന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എൻ്റെ പപ്പടക്കഞ്ഞി കാണിച്ചു കൊടുക്കുന്നത്. ദേവൂട്ടി കഞ്ഞീൻ്റെ അകത്ത് പപ്പടം മിക്സ് ചെയ്തിട്ട് കുടിക്കുവാന്ന് കേട്ടോ. ഞാൻ പറഞ്ഞാൽ നീ കുടിച്ചു തുടങ്ങ്, കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ദേവൂട്ടി തന്നെ ഇതാ കഞ്ഞിയെല്ലാം ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പപ്പടം മൊത്തം അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുടിക്കുവാനേ. ചക്കയൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. ദേവൂട്ടിക്ക് ഒരു തോന്നൽ വരണം, എന്നാൽ മാത്രമേ കഴിക്കൂലൂ. പിന്നെയും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല മഴയാണ്, റോഡിൽ ഫുള്ള് വെള്ളമായിട്ടുണ്ട്. ഒരു വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്ക് ആദ്യം നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളമെല്ലാം നേരെ നമ്മളെ മടപ്പുരക്കലെ അടുത്തേക്ക് വന്നിട്ടാണ് പോകുന്നത്. എന്നിട്ട് ആടെ ഇങ്ങനെ കെട്ടി നിൽക്കും. അങ്ങനെ ഭയങ്കര മഴയാണ്. കാരണം നമ്മൾ പിന്നെ അറിയത്തിരുന്ന് ഇങ്ങനെ വർത്താനെല്ലാം പറയലാണ് മഴയത്ത്. ഇനിയൊരു കട്ടനെല്ലാം വെച്ച് കുടിക്കണം, അതിനുള്ള പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ പ്രതിയായിട്ട് നന്ദുവിന് എന്തോ ഒരു പണിയേൽപ്പിക്കുന്നതാണ് കേട്ടോ.
ആ ഷീറ്റിലെന്തോ ഇങ്ങനെ വെള്ളം കെട്ടിയേക്കുന്നുണ്ട്, അതൊന്ന് പോയിട്ട് ഒന്ന് കളയെന്ന് പറഞ്ഞിട്ട് നന്ദുവിനോട് പറയുവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നന്ദു പോവുകയാണ്. ഇവർക്കാണെങ്കിൽ പിന്നെ മഴയത്ത് കീയാനൊരു ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നതല്ലേ. ഇപ്പം ഈ മഴക്കാലമാകുമ്പോൾ ഇടയ്ക്കിടയ്ക്കേ ചോദിച്ചുകൊണ്ടിരിക്കും, അപ്പുറത്ത് വല്യമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് വരട്ടെ, വല്യമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് വരട്ടെ. കാരണം ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് കണ്ടത്തിലായാലും വെള്ളം കുടയും എടുത്ത് ഇങ്ങനെ മഴയത്ത് നടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമല്ലേ ഇവർക്ക്. അങ്ങനെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇപ്പം 2 ദിവസമായിട്ട് മഴ കുറവാണ്, നല്ല വെയിലുണ്ട്. ഇപ്പം ഞാൻ ഈ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നല്ല വെയിലാണ് കേട്ടോ. ഇന്നലെ സ്കൂൾ തുറക്കുന്ന ദിവസമായാലും നല്ല കാലാവസ്ഥയായിരുന്നു, നല്ല വെയിലായിരുന്നു. പിന്നെ ഒരു വൈകുന്നേരം രാത്രിയാണ് കേട്ടോ ഇന്നലെ ഒന്ന് മഴ പെയ്തിട്ടുണ്ടായത്. അല്ലാണ്ട് ഇന്നലെ മഴയുണ്ടായിട്ടേ ഇല്ല. ഇന്നും ഇപ്പം നല്ല വെയിലുണ്ട്. അപ്പം എന്തായാലും പിന്നെ അത് നന്ദു ഇവിടുന്ന് ഇങ്ങനെ എന്തോ ഡാൻസ് കളിക്കുന്നുണ്ടായിനെ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നന്ദു കളിക്കുന്നില്ല, ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പാട്ട് പാടിയിട്ട് ഞാനിങ്ങനെ നന്ദുവിനെ കളിയാക്കലാന്ന് കേട്ടോ. എന്തോ ഡിങ്കിരി ഡിങ്കിരി എന്നെല്ലാം പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ദേവിട്ട് പിന്നീട് സൈഡിൽ ഇരുന്നിട്ട് എന്തെല്ലോ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്നാ നിങ്ങളുടെ നാട്ടിലിപ്പോൾ എങ്ങനെയാണ് കാലാവസ്ഥ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് കുറച്ച് ദിവസമായി കേട്ടോ ഈ വീഡിയോ എടുത്ത് വെച്ചത്, എഡിറ്റ് ചെയ്യാൻ സമയമില്ല എനിക്കാണ്. ഇനിയിപ്പം വീഡിയോസിൻ്റെ എണ്ണം കുറയും കേട്ടോ. എനിക്ക് തോന്നുന്നു വെക്കേഷന് ഞാൻ അത്യാവശ്യം പിന്നെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആഴ്ചയിൽ 2 വീഡിയോ ആയാലും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് സമയം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവർക്ക് സ്കൂൾ തുറന്നു, പിന്നെ ഞാനിനിയിപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങും. അങ്ങനെയെല്ലാം ആകുമ്പം ഇനി എനിക്ക് സമയം ഉണ്ടാവുകയേ ചെയ്യില്ല കേട്ടോ. എപ്പോഴും ബിസി ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ എടുക്കാനും ടൈം ഉണ്ടാവില്ല. ഇനി എടുത്തു വെച്ചാൽ തന്നെ അത് എഡിറ്റ് ചെയ്യാനും സമയം ഉണ്ടാവില്ല. അങ്ങനത്തെ എല്ലാം അവസ്ഥയായിരിക്കും ഇനി. എന്നാലും പരമാവധി എന്തെങ്കിലും എന്താ ഈ എടുക്കേണ്ടതെന്നാണ്. എപ്പോഴും നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് തന്നെ എടുത്താൽ അതും നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ബോറടി ആയിരിക്കൂലേ. അല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് വേണം. അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടൻറ്റും ഇല്ല. അങ്ങനെ എനിക്ക് അറിയൂല കേട്ടോ. അങ്ങനെ ഒരു കണ്ടൻറ്റ് വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി ചെയ്യണമെങ്കിൽ അതും അറിയില്ല. അങ്ങനെയല്ലാന്ന് കേട്ടോ. പിന്നെ രാത്രിയായൊരു നല്ല മഴയാണ്. അപ്പോൾ രാത്രി മടപ്പുരക്കൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രതീക്ഷേട്ടനും പൃഥ്വിയേട്ടനും കൂടി അത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ടോർച്ചടിച്ച് പോകുന്നതാണേ. തോട്ടിലെ വെള്ളം കയറിയതാണോ അതോ നമ്മൾ ഈ സൈഡിലൊരു ചാലുണ്ട്, ആ ചാല് നിറഞ്ഞു കഴിഞ്ഞാൽ അതിലെ വെള്ളം കയറി ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ ആ വെള്ളം പോയിട്ട് പിന്നെ മടപ്പുരക്കൽ നിറഞ്ഞതാണ്. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, ഞാൻ സൂം ചെയ്തെടുത്തിട്ടുണ്ട്. മടപ്പുരേൻ്റെ മിറ്റാണ് കേട്ടോ അത്. അപ്പോൾ മിറ്റത്തെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. തോട് നിറഞ്ഞാൽ പിന്നെ മടപ്പുരേൻ്റെ ഉള്ളിലും എല്ലാം വെള്ളം കയറും കേട്ടോ. കഴിഞ്ഞ കൊല്ലമെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും പേടിയാണ്, തോട് നിറഞ്ഞോ വെള്ളം വരുമോ എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.